യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊല്ലപ്പെട്ട യുവതിയെ മൃതദേഹം കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതി വൈശാഖൻ തന്നെയാണ് ഈ ഭാര്യയെ വിളിച്ചു വരുത്തിയത്. ഇരുവരും ചേർന്നാണ് മൃതദേഹം കാറിൽ കയറ്റുന്നതും. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കൊലപാതകം നടന്നത്. കാണുന്നത് കാറിൽ ഈ കൊലപാതകത്തിന് ശേഷം ഈ മൃതദേഹം കയറ്റിക്കൊണ്ടുപോകുന്നതാണ്. ഈ പ്രതിയായിട്ടുള്ള വൈശാഖന്റെ ഭാര്യയും ചേർന്നാണ് കാറിൽ മൃതദേഹം കയറ്റുന്നത്. ഈ നേരത്തെ, അതായത് ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഭാര്യയെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഭാര്യയുമായി ചേർന്നാണ് ഈ മൃതദേഹം കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് പിന്നാലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, തൊട്ടടുത്ത ആളുകളൊക്കെ തന്നെ ഓടിക്കയറുന്നുണ്ട്. ആളുകൾക്ക് തന്നെ ഒരു സംശയം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്തത്. ഈ വർക്ക്ഷോപ്പിന് തൊട്ടടുത്തുള്ള വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ഈ വൈശാഖൻ ചെയ്തത് വീട്ടിലെത്തി ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അത് നശിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്താനാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കമുണ്ടായത്. എന്നാൽ പോലീസ് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയുകയും പോലീസ് ആ വീട്ടിലെത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയായിരുന്നു. അതോടുകൂടിയാണ് ഈ കൊലപാതകത്തിന്റെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നത്. ഏതായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ പ്രതി വൈശാഖൻ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും അതോടൊപ്പം തന്നെ തെളിവെടുപ്പിനടക്കം ഇന്ന് ഈ വർക്ക്ഷോപ്പിൽ, അതായത് ഈ കൊലപാതകം നടന്ന വർക്ക്ഷോപ്പിൽ എത്തിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്.